കൈയൊക്കെ പൂർണ്ണമായി അറ്റുപോയി നമ്മുടെ കൈ തന്നെ ഇങ്ങനെ നമുക്ക് തുന്നിപ്പിടിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ചിലയിടങ്ങളിൽ കാണാറുണ്ട്, ചില വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, മറ്റുള്ളവരുടെ കൈ ചേർത്ത് പിടിപ്പിക്കുന്നത്. ഇതിൻ്റെ ഒരു സാധ്യത എത്രത്തോളം? അത് മറ്റൊരു ആളുടെ അവയവം സ്വീകരിക്കുന്നതിലുള്ള എല്ലാ പ്രിക്കോഷൻസും നമുക്ക് വേണ്ടി വരും. അത് റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം സ്വീകരിക്കുന്ന ആളും കാലങ്ങളും ഇമ്മ്യൂണോ സപ്രഷൻ തെറാപ്പി എടുക്കേണ്ടി വന്നേക്കാം. അതിൻ്റെ ഡ്രോബാക്കും ഉണ്ട്, പക്ഷേ മെച്ചമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് പ്രകാരം കൈ നമുക്ക് പല ആർട്ടിഫിഷ്യൽ ലിംസും ഉണ്ട്. എല്ലാ ഫങ്ഷൻസും നൽകുന്ന ആർട്ടിഫിഷ്യൽ ലിംസും ഇപ്പം ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ പോസിബിളാണ്. അപ്പോൾ കൈ ട്രാൻസ്ഫർ ചെയ്യുന്നത് മാത്രമല്ല ഓപ്ഷൻ ഉള്ളത്, ആർട്ടിഫിഷ്യൽ ലിംസ് വെച്ചിട്ട് അവിടെ ഫങ്ഷൻ നിലനിർത്തുന്ന അതേപോലെ ഓപ്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചതിലേക്ക് വരാം. അതായത് ഗുരുതരമായി കൈകൾക്ക് പരിക്ക് പറ്റുമ്പോൾ, അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു വ്യക്തിയുടേത് കണ്ടതാണ്. അതായത് കയ്യിൽ നിന്ന് പടക്കം പൊട്ടിയിട്ട് കൈയുടെ വിരൽ ചിതറിപ്പോവുക. അപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞു ക്ലീൻ കട്ടാണെങ്കിൽ എളുപ്പമാണ്. ഈ വിരലുകൾ ചിതറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ റിക്കവർ ചെയ്തെടുക്കാം. അതായത് നമ്മൾ ഇതുപോലെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന വിരലുകളുടെ എണ്ണം ചിലപ്പം കുറവായിരിക്കും, ചിലപ്പോൾ വിരലായിട്ട് നമുക്കത് ലഭിച്ചോളണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സർജറി എങ്ങനെയായിരിക്കും? നമുക്ക് കൈ പഴയ രൂപത്തിലാക്കിയെടുക്കാൻ പറ്റുമോ? അത് നമുക്ക് പരിക്കിൻ്റെ തോത് അനുസരിച്ചിരിക്കും. ഇപ്പം നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരിലും പഴയപടി ആക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരിലും നമുക്ക് എത്തിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മളുള്ള ഭാഗം വെച്ചിട്ട് ഈ പറഞ്ഞ സ്പെയർ പാർട്ട് സർജറി, ആ അവൈലബിൾ ആയിട്ടുള്ള പാർട്ട് വെച്ച് നമുക്ക് വേണ്ട വിരലുകൾ, നമ്മുടെ മെയിൻ ഫംഗ്ഷൻ വേണ്ട പിൻസർ ഗ്രാഫ്സ് എന്ന് പറയുന്നത് ആദ്യം 3 വിരൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. വിരലുകൾ അതിൽ തന്നെ നമുക്ക് അതിന് ശേഷം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് സ്വന്തം തൊടയിൽ നിന്നോ വയലിൽ നിന്നോ ദശ വെച്ചിട്ട് അത് തുന്നിച്ചെടുപ്പിക്കാം. ഒരു മൾട്ടിപ്പിൾ സർജറി വേണ്ടി വന്നേക്കാം, 2-3 സ്റ്റേജ് വേണ്ടി വന്നേക്കാം. അതുമല്ല ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് കാൽവിരൽ ടോ ട്രാൻസ്ഫർ എന്ന് പറയും. കാൽവിരൽ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ ഫംഗ്ഷൻ ഇപ്പോൾ നമുക്ക് എഴുതാനും സാധനങ്ങൾ എടുക്കാനുള്ള ഫംഗ്ഷൻ റീഗെയിൻ ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്.